അല്ല, എനിക്ക് ഇതിൽ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പറയുമ്പോൾ അവിടെ നമുക്കറിയാവുന്നതുപോലെ തന്നെ അവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. അവിടെ ഏകദേശം 34ഓളം MLA-മാർ അവർക്കുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ രാജ്യത്തു നിന്നുമെല്ലാം കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ നേതാക്കൾ അവിടെ ചെന്നപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രാവശ്യം പോലും അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇതിനനുകൂലമായോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ MP-മാർക്കൊപ്പമോ അവിടെ നിന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുവാനോ ഒരു പ്രസ് കോൺഫറൻസ് നടത്തുവാനോ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അവിടെ ആദിവാസി ഗ്രാമങ്ങളിൽ ശക്തമായ രീതിയിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ കൊടുത്തത്. എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുവാൻ ഈ പറയുന്ന ഈ കോൺഗ്രസിൻ്റെ വക്താക്കൾക്ക് അവിടെ സാധിച്ചത്? ഇങ്ങനെ കോൺഗ്രസ് പറയുന്നത് BJP ആണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിന് അവിടുത്തെ നേതാക്കളെ കൊണ്ട് ഇത് പറയിപ്പിക്കുവാൻ സാധിക്കാത്തത്? അത് ഒരു വസ്തുതയല്ലേ? ആ വിഷയത്തിൽ ഇടപെട്ടത് ഞങ്ങൾ മാത്രമല്ലേ? അല്ല, ആ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്, അതിൽ തർക്കമൊന്നുമില്ല. ആ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്, അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് ഒരുപക്ഷെ ഇപ്പോഴും ആ നിയമം തള്ളിപ്പറയാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ അതല്ലല്ലോ, BJP രണ്ട് തട്ടിൽ നിൽക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് അവിടെയുള്ള അക്രമികളെ തുറന്നു കാട്ടാൻ പറ്റുന്നില്ല. അവർ അക്രമികളാണ് എന്തെങ്കിലും സമ്മതിക്കാൻ പറ്റുമോ? ഈ സംഘടനയായ ബജ്രംഗദൾ അക്രമികളാണ് ഈ നിമിഷം വരെ, അത് സമ്മതിക്കാൻ തയ്യാറാകും? അല്ലതെ, അവർ അക്രമികളാണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അത് BJP അല്ലെങ്കിൽ BJPയെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമം, ആ നിലനിൽക്കുന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? നിയമം കയ്യിലെടുക്കാൻ ബജ്രംഗദൾ പ്രവർത്തകർ ആരാണ് സുമിത്ത്? നിയമം കയ്യിലെടുക്കാൻ ബജ്രംഗദൾ പ്രവർത്തകർ ആരാണ്? അവരാരാണ് രണ്ട് കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കാൻ, കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെ ചോദ്യം ചെയ്യാൻ, അവിടെയുള്ള പോലീസിനെ നോക്കുകുത്തിയാക്കി നിർത്താൻ ബജ്രംഗദൾ ആരാണ്?